മുംബൈയിലെ ബുഷി ഡാമിൽ വീണ് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. വിനോദസഞ്ചാരത്തിന് പോയ 5 അംഗ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. കാണാതായ 2 കുട്ടികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ. ശ്രീനാഥ്, അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് സംഭവിച്ചത്? ശ്രീനാഥ്, ഈ വിനോദസഞ്ചാരികൾ എവിടെ നിന്ന് വന്നവരാണ്? മറ്റു 2 കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? മുംബൈയിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ അകലെയാണ് ഈ ബുഷി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മഴക്കാലമായാൽ വലിയ തോതിൽ വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. പലപ്പോഴും ഈ ഡാം നിറഞ്ഞു കവിയുന്ന അവസ്ഥയിൽ ആ ദൃശ്യങ്ങൾ കാണാനും വെള്ളത്തിൽ കുളിക്കാനും ഒക്കെയാണ് ആളുകൾ എത്താറുള്ളത്. പക്ഷേ ഇന്നലെ സംഭവിച്ചത്, ഇന്നലെ ഉച്ചയോടെ വലിയ തോതിൽ മഴയുണ്ടായി, വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകി ആ മേഖലയിലാകെ വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന ആളുകൾ അതിൽ പെട്ടുപോവുകയായിരുന്നു. കരയ്ക്ക് കയറാനാവാതെ അവർ ഈ വെള്ളത്തിന് നടുക്കുള്ള പാറയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നാലെ ഓരോരുത്തരായി പിടിവിട്ട് വെള്ളത്തിലേക്ക് ഒലിച്ചു പോവുകയും ചെയ്തു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി. ഏതാണ്ട് 7-8 പേരുണ്ടായിരുന്നു ആ പാറയിൽ മേലെ അങ്ങനെ പിടിച്ചു നിന്നത്. അതിൽ 5 പേരെ കാണാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ളവരൊക്കെ തന്നെ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. ഈ 5-ൽ 3 പേരുടെ മൃതദേഹം ഇന്നലെ വൈകിട്ടോടെ കണ്ടെത്തി. 2 പേരെ ഇനി കണ്ടെത്താനുണ്ട്. 4ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇന്നലെ 36 വയസ്സുള്ള ഒരു സ്ത്രീ, 13ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികൾ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ വൈകിട്ടോടെ കണ്ടെത്താൻ കഴിഞ്ഞത്. രാത്രിയോടെ വെളിച്ചക്കുറവ് കാരണം തെരച്ചിൽ നിർത്തുകയും ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഒരു സുരക്ഷ